നമസ്കാരം, KRC ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും അമർത്തുക. കൈമയുടെ മാധ്യമ ശില്പശാല ഇന്ന് ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ MLA ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഈ ശില്പശാലയിൽ നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബെന്നി ജോർജാണ്. ഈ സെഷനിൽ അദ്ദേഹമാണ് നമുക്ക് ക്ലാസ്സുകൾ എടുക്കുക. നമുക്ക് അറിയാം, ഒരുപാട് സംശയങ്ങൾ നമ്മൾക്കുണ്ട്. കാരണം നമ്മൾ പല വാർത്തകളും എഴുതുമ്പോൾ അതിന് പിന്നിലേക്ക് ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് എങ്ങനെ നേരിടാം എന്നതിനെ പറ്റി വളരെ വിശദമായ രീതിയിൽ ബഹുമാനപ്പെട്ട ഡെന്നിസ് സാറ് നമുക്ക് ക്ലാസ് എടുക്കും. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. ഈ ക്ലാസുകൾ നിയന്ത്രിക്കുന്നതിനായിട്ട്, ക്ലാസുകൾ നയിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ഡെന്നിസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെ, പ്രിയമുള്ള മാധ്യമ പ്രവർത്തകരെ, എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനവും ചാരിതാർത്ഥ്യവുമുള്ള ഒരു സന്ദർഭമാണിത്. കാരണം പലപ്പോഴും പല ക്ലാസ്സുകളും പല സാംസ്കാരിക പരിപാടികളിലുമൊക്കെ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയിൽ ഒരു നിയമത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തമായി ഞാൻ കാണുകയാണ്. കാരണം എനിക്ക് മുൻപിലുള്ളവർ നിസ്സാരരായ ആളുകളല്ല, പകരം സ്വദേശാഭിമാനിയുടെ പിന്മുറക്കാരാണ് ഓരോ മാധ്യമ പ്രവർത്തകരും. വലുതും ചെറുതുമായ എല്ലാ മാധ്യമ പ്രവർത്തകരും അവർ ഏറ്റെടുത്തിട്ടുള്ള തൊഴിൽ എന്ന് പറയുന്നത് ദേശസ്നേഹത്തോടുങ്ങിയ ഒരു വലിയ പ്രൊഫഷനാണ്. ആ തൊഴിലിന്റെ വെല്ലുവിളികൾ, ആ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ആ തൊഴിലിടത്ത് നാം സ്വീകരിക്കേണ്ട നിയമപരമായ ബാധ്യതകൾ, ഡ്യൂട്ടികൾ, ഇതെല്ലാം ഒരു മാധ്യമ പ്രവർത്തകൻ, അയാൾ വലിയ ആളാകട്ടെ ചെറിയ ആളാകട്ടെ. കാരണം ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ MLA സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യത്തിനകത്ത് 4 എസ്റ്റേറ്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മാധ്യമം, അതായത് മീഡിയയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിനകത്ത് നിയമം നിർമ്മിക്കുന്നത് നിയമസഭകളാണ്. അത് ലോകസഭയും നിയമസഭയാണ്. ആ ലോകസഭയും നിയമസഭയും നിർമ്മിക്കുന്ന നിയമങ്ങൾ അത് നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവാണ്. ആ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നിയമസഭയും ലോകസഭയും രാജ്യസഭയും ഒക്കെ പാസാക്കുന്ന നിയമങ്ങളെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കുന്നത് ജുഡീഷ്യറിയാണ്. എന്നാൽ അതിനും ഉപരിയായി ജനങ്ങളിലേക്ക് ഈ നിയമത്തിന്റെ സാധ്യതകളെ എത്തിക്കുക, ജനങ്ങളും ഭരണാധികാരികളും തമ്മിൽ ബന്ധിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് മീഡിയ എന്ന് പറയുന്നത് കേവലം ഒരു വാർത്താ ഉപാധി മാത്രമല്ല, പകരം അത് എഡ്യൂക്കേഷനിലാണ്, ഇൻഫോർമേറ്റീവാണ്. വാർത്തകൾ ശേഖരിക്കുകയും അറിവ് പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു മേഖലയാണ് മീഡിയ മേഖല എന്ന് പറയുന്നത്. മീഡിയ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമം എന്നുള്ളതാണ്. ആ മാധ്യമത്തിന് അതിരുകളില്ല. അതുകൊണ്ടാണ് ന്യൂസ് എന്ന വാക്കുണ്ടായത്. ന്യൂസ് എന്ന വാക്കിന്റെ അർത്ഥം NEWS എന്നതാണ്. ന്യൂസ് അത് എന്തിനെ പ്രധാനം ചെയ്യുന്നത്? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. അതുകൊണ്ടാണ് മേനകാ ഗാന്ധിയുടെ കേസിൽ നമ്മുടെ പരമോന്നത നീതിപീഠം പറഞ്ഞു, വാർത്തകൾക്ക് അതിരുകളില്ല. ആ അതിരുകളില്ലാത്ത വാർത്തകളെ നാം സംശയീകരിച്ചുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ്, അതായത് ഭരണാധികാരികളും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു കണ്ണായുള്ള മുൻപായി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള, ഏറ്റവും നോബിളായിട്ടുള്ള, ഏറ്റവും കുലീനമായിട്ടുള്ള, ഏറ്റവും ആദ്യതയോടെ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു തൊഴിലിടമാണ്, തൊഴിൽ മേഖലയാണ് മാധ്യമ മേഖല എന്ന് പറയുന്നത്. ആ മേഖലയുടെ ചരിത്രത്തെ സംബന്ധിച്ച് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിന് ശേഷമുള്ള സെഷനിൽ സംഘടനയെ സംബന്ധിച്ചും ഈ സംഘടന എങ്ങനെയാണ് രൂപപ്പെടുന്നതിനെ സംബന്ധിച്ചും അതിന്റെ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. എന്നാൽ അർപ്പിതമായ കടമ എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചു, പുതിയ ഒരു നിയമത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. എന്താണ് നിയമം എന്ന വാക്കിന്റെ അർത്ഥം? നമുക്കറിയാം, നിയമമായതിനെയാണ് നാം നിയമം എന്ന് പറയുന്നത്. രാജഭരണകാലത്തെ രാജാവിന്റെ വിഗ്രഹങ്ങളാണ് രാജ്യത്തെ നിയമം എന്ന് പറയുന്നത്. ഫ്യൂഡൽ സംവിധാനത്തിൽ
കാര്യങ്ങളാണ് ആ പ്രദേശത്തെ നിയമം എന്ന് പറയുന്നത്. ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിൽ അവിടുത്തെ ഭരണാധികാരികൾ നിർമ്മിക്കുന്ന നിയമമാണ് അവിടുത്തെ നിയമം. നമുക്കറിയാം ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്തിനകത്ത്. ആ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നിർമ്മിക്കുന്ന നിയമത്തിനാണ് ജനാധിപത്യത്തിൽ നിയമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നിയമം നിർമ്മിക്കപ്പെടുമ്പോൾ ആ നിയമം ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് അവസാനത്തവന്റെ നീതി ആയിരിക്കണം എന്റെ രാജ്യത്തെ നിയമം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. നമുക്കറിയാം ഈ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങൾക്ക് അഭിമാനം നൽകുന്ന നിരവധിയായ കാര്യങ്ങളുണ്ട്. കാരണം ഞാനിവിടെ സ്വദേശാഭിമാനിയെ കുറിച്ച് സൂചിപ്പിക്കുമ്പോഴും നമ്മുടെ രാഷ്ട്രപിതാവ് ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അങ്ങനെ നിരവധിയായ ഭരണാധികാരികളൊക്കെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ കഴിഞ്ഞുപോയ മുഖ്യമന്ത്രിമാർ ഇ കെ നായനാരടക്കം മാധ്യമ പ്രവർത്തകരായിരുന്നു. ആ മാധ്യമ പ്രവർത്തകരാണ് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഭരണാധികാരികളായി മാറിയത്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകർ ഏറ്റെടുക്കുന്ന തൊഴിലിടത്തിലുള്ള വെല്ലുവിളികൾ എന്നുള്ളത് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമത്തെ സംബന്ധിച്ച്, പുതിയ നിയമത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു നിയമ സാക്ഷരതാ ക്ലാസ് എന്നുള്ള നിലയിൽ ഇവിടെ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനകത്ത് പുതിയ 3 നിയമങ്ങൾ, ഏറ്റവും നിരവധി നിയമങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിനകത്ത് 2023 ഡിസംബർ മാസം 25-ാം തീയതി 3 നിയമങ്ങൾ ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ച സാഹചര്യം ഉണ്ടായി. അതിന് IPC, CRPC, എവിഡൻസ് ആക്ട്. നമ്മൾ ഈ 3 നിയമങ്ങളെയാണ് പുതിയ പേരിൽ, പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ ഇന്ത്യൻ പാർലമെന്റ് അവതരിപ്പിക്കുകയും 1/7/2024 അതായത് ജൂലൈ മാസം 1-ാം തീയതി ഇന്ത്യയിൽ അത് നടപ്പിലാവുകയും ചെയ്തു. ആ ഇന്ത്യൻ പീനൽ കോഡ് എന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം, അതാണ് ഭാരതീയ ന്യായ സംഹിത എന്ന പേരോടുകൂടി. ഇവിടെ വിഷയം ഭാരതീയ ന്യായ സംഹിതയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ആ നിയമത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇന്ത്യൻ പീനൽ കോഡ്, അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം. 1860-ലാണ് ആ നിയമം പാസ്സാക്കുന്നത്. നമുക്കറിയാം ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമമായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമം. അതുകൊണ്ടാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നാണ് ആ നിയമത്തിന്റെ പേര്. എന്നാൽ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. അപ്പോൾ ശിക്ഷ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന സ്ഥാനത്ത് ഭാരതീയ എന്ന വാക്ക് വന്നിട്ടുണ്ട്. ശിക്ഷ എന്നുള്ളതിന് പകരം പറഞ്ഞത് ന്യായ എന്നുള്ളതാണ്. കോഡ് എന്നുള്ളതിന് സംഹിത എന്നുള്ളതാണ്. അപ്പോ ഒരു പ്രകടമായ വ്യത്യാസം ആ പേരിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താ പ്രകടമായ വ്യത്യാസം? ശിക്ഷയായിരുന്നു ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാർക്ക് വേണ്ടി നിയമിച്ച നിയമത്തിലുണ്ടായത്. ഒരു കോളനിവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ ഇവിടുത്തെ ജനങ്ങളെ ശിക്ഷിക്കാനുള്ള ഒരു ശിക്ഷാ കോഡ്, അതായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമം. എന്നാൽ നാം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമുക്കായി നിർമ്മിച്ച നിയമത്തിൽ പറയുകയാണ് നീതിയുടെ ഒരു നടപടിക്രമം എന്നുള്ള നിലയിലാണ് ഈ കോഡിനെ നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഭാരതീയ നാഗരിക സുരക്ഷാ നിയമം CRPC, അതുപോലെ ഭാരതീയ സാക്ഷ്യ അധിനിയം, അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇതിനൊക്കെ സംസ്കൃതത്തിന്റെ ചേരുവകളുള്ള പേര് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ അടിത്തറകളിലേക്ക് വലിയ പ്രകടമായ വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ? ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ആ ചേഞ്ചിനെ എല്ലാം കോസ്മെറ്റിക്കൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. കാരണം തൊലിപ്പുറത്തുള്ള ചില വ്യതിയാനങ്ങളാണ് സാധാരണഗതിയിൽ വരുത്തിയിട്ടുള്ളത്. പ്രകടമായ വലിയ വ്യത്യാസങ്ങൾ ഇതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ഭരണ നിർവഹണത്തിന് വേണ്ടി, ഈ കോടതികളുടെ ഭരണ നിർവഹണത്തിന് വേണ്ടി, ഈ ഇൻവെസ്റ്റിഗേഷന്റെ ക്രമപരമായിട്ടുള്ള ലഘൂകരണത്തിന് വേണ്ടി ഇതിനകത്തൊരു കോഡിഫിക്കേഷൻ നടത്തിയതിൽ പ്രകടമായ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ച ആദ്യത്തെ പേരിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. മറ്റ് ഉള്ളത് 511 വകുപ്പുകളായിരുന്നു ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത് 358 വകുപ്പായി കുറയുമ്പോൾ ഏതാണ്ട് 150-150ഓളം വകുപ്പുകൾ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ആ 150ഓളം വകുപ്പുകൾ കുറവ് വരുമ്പോൾ അതിനൊരു കോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഏകീകരണം നടത്തിയതിൽ വന്നിട്ടുള്ള ചില വ്യത്യാസങ്ങളാണ് ഈ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രകടമായിട്ടുള്ളത്.
അതില് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം ഈ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന നിയമത്തിൽ പറയുമ്പോൾ ഇതിനകത്ത് പ്രിലിമിനറി അല്ലെങ്കിൽ അതിന്റെ പരിചയപ്പെടുത്തൽ എന്നുള്ളതാണ്. രണ്ടാമത് ഒരു രാജ്യത്തെ സംബന്ധിച്ച നിയമങ്ങൾ, ബോഡിയെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ, സ്ത്രീകളെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ, അതോടൊപ്പം തന്നെ ചൂഷണത്തെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ, ഈ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ, ഇങ്ങനെ നിയമങ്ങളെ ചാപ്റ്റർ വൈസ് ശ്രദ്ധിക്കുമ്പോൾ 23 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നത് 20 ചാപ്റ്ററുകളായി മാറുകയാണ്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മളെ ബാധിക്കുന്ന വിഷയം എന്താ? നമ്മളെ ബാധിക്കുന്ന വിഷയം മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഈ അധിനിയമത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയെ സംബന്ധിച്ചോ ഇത് കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതല്ല. പക്ഷേ നമ്മുടെ തൊഴിലിടത്തിൽ നമുക്ക് നിർഭയമായി തൊഴിലെടുക്കാൻ സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിർഭയമായി പക്ഷപാതരഹിതമായി തൊഴിലെടുക്കുക എന്നുള്ളതാണ് ഈ തൊഴിൽ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എന്താ? ഒരു ജനതയുടെ മുഴുവൻ ചിന്താഗതികളെ, ഒരു ജനതയുടെ മുഴുവൻ ചിന്താധാരയെ രൂപപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ഏത് എന്ന് ചോദിച്ചാൽ മാധ്യമത്തിന്റെ ഇടമാണ്. ആ മാധ്യമങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഏത് ഭരണാധികാരി ഇവിടെ തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ജനങ്ങളുടെ ഇച്ഛയും അഭിരുചിയും രുചിയും തീരുമാനിക്കുന്നത് മാധ്യമങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കാരണം നിരന്തരമായി പണ്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് പത്രമാധ്യമം മാത്രമാണ്. എന്നാൽ ഇത് പത്രമാധ്യമം മാത്രമല്ല ഉള്ളത്. പകരം പത്രമാധ്യമത്തോടൊപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നീ മാറിയ കാലത്ത് നേരത്തെ സൂചിപ്പിച്ചു 4 പില്ലറുകളാണുള്ളത്. അത് മീഡിയ എന്ന് പറയുന്ന 4ാം പില്ലറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പില്ലറായി നമ്മുടെ ജനാധിപത്യത്തെയും ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും ഒക്കെ നിലനിർത്തുന്നതെങ്കിൽ ഈ മാറിയ കാലത്ത് ഇപ്പോ മറ്റൊരു പില്ലർ കൂടി രൂപപ്പെടുകയാണ്. അത് സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരിൽ കുറെ ആളുകളെങ്കിലും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെടുന്നവരാണ്. അപ്പോ മീഡിയയും സോഷ്യൽ മീഡിയയും മാധ്യമരംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമ രംഗത്തൊക്കെയുള്ളവരാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോ നമ്മൾ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ 19(1), 19(2) വകുപ്പുകൾ പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ എന്ന വാക്കിൽ നിന്ന് അടിസ്ഥാനപരമായ റൈറ്റ് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം മാത്രം വായിച്ചാൽ നമുക്ക് എല്ലാ നിയമത്തെ സംബന്ധിച്ചും ആധികാരികമായ ഒരു അവബോധം കിട്ടും. കാരണം ഈ ഭാരതീയ ന്യായ സംഹിത, ആ ഭാരതീയ ന്യായ സംഹിതയിൽ പ്രത്യേകിച്ച് ഒരു തൊഴിലിടത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള പ്രത്യേക പരിരക്ഷയോ ഒരു ശിക്ഷയോ എന്നല്ല, പൊതുവായിട്ടുള്ള ഇതാണ്. സ്ത്രീകളെ സംബന്ധിച്ചുള്ള കുറ്റത്തെ സംബന്ധിച്ച്, ആശയപരമായ അപവാദ പ്രചരണങ്ങളെ സംബന്ധിച്ച്, തെറ്റായ മാധ്യമം എന്നുള്ളത് തെറ്റായ ആശയ, അതായത് ദൃശ്യ ശ്രവ്യ ആശയ വിനിമയത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, രാജ്യത്തിനെതിരായി ചെയ്തിട്ടുണ്ടെങ്കിൽ, വ്യക്തിക്കെതിരായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണ് എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ പ്രത്യേക മാധ്യമ പ്രവർത്തകരെതിരെ പ്രത്യേകിച്ച് കിട്ടുമെന്ന് അതിനകത്ത് പറയുന്നില്ല. ഞാനത് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ദൃശ്യ മാധ്യമ പ്രവർത്തകർ, ശ്രവ്യ മാധ്യമ പ്രവർത്തകർ, നമ്മളൊരു മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്, നമ്മൾ ഈ ഇൻഫർമേഷൻസ്, വാർത്തകള് പല തരങ്ങളിൽ നിന്നും ക്രോഡീകരിച്ചെടുക്കുന്നതാണ്. ആ പല തരങ്ങളിൽ നിന്നും ക്രോഡീകരിച്ചെടുക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷിതത്വം എന്ന് പറയുന്നത് എന്താ? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. എന്തും സംസാരിക്കാനും എന്തും വിനിമയം നടത്താനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതാണ് ഈ 19ാം വകുപ്പിൽ ആർട്ടിക്കിളിൽ പറയുന്നത്. ആ ആർട്ടിക്കിൾ ഭരണഘടനയ്ക്ക് മാത്രമാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. മറ്റുള്ള നിയമപുസ്തകങ്ങളിലെല്ലാം ആർട്ടിക്കിൾ അല്ല, സെക്ഷൻസ് ആണത്. ആ ആർട്ടിക്കിളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റില്, അത് അമേരിക്കൻ ഭരണഘടന ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയിൽ ഏറ്റവും വലിയ ഭരണഘടനയുള്ള നാടാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടന രൂപപ്പെടുത്താൻ എടുത്ത നാളുകൾ എന്ന് പറയുന്നത് 2 വർഷവും 11 മാസവും 18 ദിവസവും ഇന്ത്യൻ പാർലമെന്റിന്റെ മുന്നോടിയായിട്ടുള്ള ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ ആധികാരിക ഡ്രാഫ്റ്റ് കമ്മിറ്റി നടത്തിയിട്ടുള്ള ചർച്ചകളുടെയും ഉപചർച്ചകളുടെയും ഒക്കെ തുകയായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ആ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യ, അത് പറയാണ്, ഇന്ത്യ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. ആർക്കൊക്കെയാണ്? അവിടെ എല്ലാവർക്കും ഈക്വാലിറ്റി ഉണ്ട്, എല്ലാവർക്കും ലിബർട്ടി ഉണ്ട്, എല്ലാവർക്കും ഫ്രറ്റേണിറ്റി ഉണ്ട്. അപ്പോ ഈക്വാലിറ്റിയും ലിബർട്ടിയും ഫ്രറ്റേണിറ്റിയും ലിബർട്ടിയും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഇന്ത്യൻ ആർക്കൊക്കെയാണ്?
അതിനകത്ത് ഇന്ത്യയിലെ എല്ലാവർക്കും, അതുകൊണ്ടാണ് അവസാനം പറയുന്നത് ഈ ഇന്ത്യൻ ഭരണഘടന ഇന്ന് നാം നമുക്കായി സമർപ്പിക്കുന്ന ഭരണഘടന എന്നാണ് പറയുന്നത്. നാം നമുക്കായി സമർപ്പിക്കുകയാണ്. ബ്രിട്ടീഷുകാരല്ല ഇന്ത്യൻ ഭരണഘടന കൊണ്ടുവന്നത്, പകരം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യക്കാർക്കാണ്. അവിടെയാണ് ഈ തുല്യതയുടെ സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യത്തിന്റെ അവകാശമുണ്ട്, അതുപോലെ തന്നെ അവസര സമത്വങ്ങളുടെ അവകാശമുണ്ട്. ഇതെല്ലാവർക്കും പ്രദാനം ചെയ്യുമ്പോൾ നാം കാണേണ്ടത് അവിടെയാണ് റൈറ്റ് ടു സ്പീച്ച് അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്നുള്ളത്. അതാണ് നമ്മുടെ തൊഴിലിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ റൈറ്റ് ടു സ്പീച്ച് അല്ലെങ്കിൽ എക്സ്പ്രഷൻ അത് പരമാധികാരമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ പറയുന്ന അധികാരങ്ങൾ അത് പരമാധികാരമല്ല, പകരം എല്ലാ പരമാധികാരവും രാജ്യത്തിന്റെ പരമാധികാരത്തിന് കീഴിലുള്ള പരമാധികാരം. എനിക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വിധേയമായി മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. എനിക്ക് എന്തും സംസാരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വിധേയമായി മാത്രമേ എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അവരെന്റെ എന്നുള്ള വാക്കുപോലും നമ്മുടെ ഭരണഘടനയിൽ മോശമായ പകരം. കാരണം നമ്മുടെ തൊട്ടടുത്തു നിൽക്കുന്നവന്റെ ഇംഗിതങ്ങൾക്ക് തടസ്സമാകുന്ന തരത്തിലേക്ക് സംസാരിക്കാനുള്ള അവകാശമില്ല. എനിക്ക് കൈവീശാനുള്ള അവകാശമുണ്ട്, പക്ഷെ എനിക്ക് കൈവീശാനുള്ള അവകാശം തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ മൂക്കിന്റെ പാലത്തിൽ സ്പർശിക്കാനുള്ള അവകാശമില്ല. അപ്പോ നമ്മുടെ അവകാശങ്ങൾ, എനിക്ക് എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ എനിക്ക് വാഹനം ഓടിക്കുമ്പോൾ ഇടതുവശം കൂടി ഡ്രൈവ് ചെയ്യാനുള്ള അവകാശം മാത്രമാണ്. എനിക്ക് കാൽനടയായി സഞ്ചരിക്കുമ്പോൾ എനിക്ക് വലതുവശം കൂടി മാത്രം സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോ എനിക്ക് തൊഴിലെടുക്കാനുള്ള അവകാശമുണ്ട്. എനിക്ക് ആ തൊഴിലെടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഈ മറ്റുള്ള രാജ്യസുരക്ഷയ്ക്ക് വിധേയമായി വേറൊരു ആളിന്റെ തൊഴിലെടുക്കാനുള്ള അവകാശത്തിന്റെ മേലെ സ്പർശിക്കാത്തുള്ള അവകാശമാണ്. അപ്പം ഈ അവകാശങ്ങളെല്ലാം പരമമായ അവകാശങ്ങളല്ല, പകരം നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടുള്ള അവകാശങ്ങൾ. ആ അവകാശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാം കാണേണ്ടത് നമുക്ക് എന്തും സംസാരിക്കാനും എന്തും എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് മാധ്യമ പ്രവർത്തകരുടെ ശക്തി എന്ന് പറയുന്നതാണ്. അവിടെയാണ് നമ്മുടെ വർത്തമാന കാലത്ത് മാധ്യമ രംഗത്തേക്ക് നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല, നിങ്ങൾ ഇന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ അതായത് സംസാരിക്കുന്നതും ശബ്ദിക്കുന്നതും തോളിക ചലിപ്പിക്കുന്നതും രാജ്യത്തിനെതിരായി അല്ലെങ്കിൽ തന്റെ ഇംഗിതങ്ങൾക്കെതിരായി വന്നാൽ അത് രാജ്യദ്രോഹമാണ് എന്നുള്ള തരത്തിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു കാലത്ത് അത്യന്തം അപകടകരമായ ഒരു മേഖലയായി മാധ്യമ മേഖല മാറുകയാണ്. അവിടെയാണ് നാം കാണേണ്ടത് എന്താണ് നമുക്ക് പ്രദാനം ചെയ്യുന്ന സുരക്ഷ എന്ന് പറയുന്നത്. ആ സുരക്ഷ മറ്റൊന്നുമല്ല, ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ആ സുരക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഈ ആശയങ്ങൾ കളക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നാണ്. നമുക്ക് ഏത് വാർത്തയും കളക്ട് ചെയ്യാം, പക്ഷേ നമുക്ക് മീഡിയ ട്രയൽ നടത്താനുള്ള അവകാശമില്ല. എന്താണ്, നമ്മൾ ഒരു വാർത്ത സമാഹരിക്കുകയാണ് ചെയ്യുന്നത്. ആ വാർത്ത സമാഹരിക്കുമ്പോൾ നാം കാണേണ്ടത് എന്താ? ആ വാർത്ത സമാഹരിക്കുമ്പോൾ ലോ ഓഫ് ഡിഫമേഷൻ അല്ലെങ്കിൽ മാനഭംഗത്തിന്റെ നിയമത്തിന് വിധേയമായി മാത്രമേ നമുക്ക് വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള അവകാശമുള്ളൂ. ലോ ഓഫ് ഡീസൻസി അല്ലെങ്കിൽ മറ്റൊരാളിന്റെ ഡീസൻസിക്ക് ഭംഗം വരുന്ന തരത്തിലേക്കുള്ള യാതൊരു വാർത്തകളും നമുക്ക് പ്രചരിപ്പിക്കാനുള്ള അവകാശമില്ല. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പല വാർത്തകളും സംശയീകരിക്കുന്ന സമയത്ത് കുട്ടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ വാർത്തകൾ മാത്രമേ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. സ്ത്രീകളുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്ത്രീകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വാർത്തകൾ മാത്രമേ കുറയ്ക്കുക. കാരണം അത് അവരുടെ ഡീസൻസിയുമായും അവരുടെ പ്രൈവസിയുമായും അവരുടെ സ്വകാര്യതകളിലേക്ക് കടന്നു ചെല്ലാൻ ഒരാൾക്കും അവകാശമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പോക്സോ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടി എന്ന് പറയുന്ന അതിജീവിത എന്ന പദമാണ് പറയുന്നത്, സർവൈവർ എന്നാണ് പറയുന്നത്. ആ അതിജീവിതയുടെ പേര് പോലും നമുക്ക് പൊതുവേദികളിലോ മാധ്യമങ്ങളിലോ റിപ്പോർട്ട് ചെയ്യാം. അതങ്ങനെ വന്നാൽ അത് ആ കുട്ടിയുടെ സ്വകാര്യതകളിലേക്കുള്ള കടന്നുകയറ്റാണ്. ആ കുട്ടിയുടെ നിയമപരമായ പരിരക്ഷയുടെ മേലുള്ള കടന്നുകയറ്റാണ്. മാധ്യമ പ്രവർത്തകനെതിരെ കേസെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ദൃശ്യമാധ്യമങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അവരുടെ മുഖം ഈ കാണുന്ന തരത്തിൽ അവരെ തിരിച്ചറിയാൻ, അവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ആശയ പ്രചരണം നടത്തിയാൽ അത് കുറ്റകരമാണ്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഉള്ള നിയമപരമായിട്ടുള്ള കോടതി വ്യവഹാരങ്ങൾ നടക്കുന്ന സമയത്ത് സ്ത്രീകളുടെ പരമാവധി അവരുടെ സ്വകാര്യതകളിലേക്ക് കടന്നു ചെല്ലുന്ന തരത്തിലേക്കുള്ള അവരുടെ ഐഡന്റിഫിക്കേഷൻ വഴിവാകുന്ന പ്രഖ്യാപനങ്ങൾ നടക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു വാർത്ത കളക്ട് ചെയ്തതിനു ശേഷം ഇതൊക്കെ എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭരണഘടനയില് പഴയ ഇതിൽ 500-ാം വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. 499, 500 ഇന്ത്യൻ പീനൽ കോഡിൽ. എന്നാൽ 356 എന്ന് പറയുന്ന പുതിയ വകുപ്പിലേക്ക് അത് മാറുകയാണ്. അവിടെ പറയുകയാണ്
ഏതൊക്കെ വാർത്തകളാണ് ആ വാർത്തകൾ സ്വാംശീകരിക്കുമ്പോൾ മറ്റൊരാളിന്റെ അപമാനകരമായ ഒരു വാർത്ത ഉണ്ടാകാൻ പാടില്ല. ഏതൊക്കെ തരത്തിലാ? എഴുതിയതും അതോടൊപ്പം വാക്കാലുള്ള അപമാനവും അതോടൊപ്പം തന്നെ രേഖാപരമായ അപമാനവും. അതുകൊണ്ട് അങ്ങനെ വാക്കാലുള്ള ഒരു അപമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പത്രങ്ങളിലൂടെ, ചിത്രങ്ങളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലെ വാർത്താ സമ്മേളനങ്ങളിലൂടെ ഇങ്ങനെ അപമാനകരമായിട്ടുള്ള ഇത് വന്നു കഴിഞ്ഞാൽ അത് ഡിഫമേഷന്റെ പരിധിയിലേക്ക് വരികയാണ്. ആ ഡിഫമേഷനിലേക്ക് വരുമ്പോൾ അതിനും പരിരക്ഷയുണ്ട്. എന്താ പരിരക്ഷ? സത്യസന്ധമായിട്ടുള്ള വാർത്തയാണെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു ജുഡീഷ്യൽ കോടതിയുടെ വിധിയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ബോണഫൈഡ് ഇന്റൻഷനോടെയാണ് ആ വാർത്ത, അതിന് എല്ലാ സാധൂകരിക്കപ്പെടുന്ന അടിസ്ഥാനങ്ങളും ആ വാർത്തയ്ക്ക് പിന്നിലുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സ്വാംശീകരിക്കുന്ന വാർത്തകൾ, ആ വാർത്തകൾ ക്രോഡീകരിച്ചതിന് ശേഷം കിട്ടിയ വാർത്ത അപ്പോൾ തന്നെ ചൂടാറാതെ നാം ജനങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഇത് ഒരു ഗുരുതരമായ പ്രശ്നമായി സാംസ്കാരിക കേരളത്തിൽ വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്. കാരണം എന്താ? നമുക്ക് ആ വാർത്തകളുടെ ആധികാരികതയെ സംബന്ധിച്ച് നമുക്കറിയില്ല. ഒരു കുറ്റകൃത്യം നടന്നാൽ ആദ്യം അവിടെ ഓടിയെത്തുകയും അവിടെ കാണുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയ വാർത്തകൾ, നമുക്ക് കിട്ടിയ വിവരങ്ങൾ നമ്മൾ പെട്ടെന്ന് ടെലികാസ്റ്റ് ചെയ്യുന്ന, പെട്ടെന്ന് പത്രങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം എന്താ? നമ്മുടെ ഈ നിയമങ്ങളിലെല്ലാം, ജനാധിപത്യത്തിന്റെ നിയമങ്ങളിൽ നമ്മൾ പാസ്സാക്കിയ എല്ലാ നിയമങ്ങളിലും ക്രിമിനൽ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് 1000 കുറ്റവാളികളെ വെറുതെ വിട്ടാലും ശരി, ഒരു നിരപരാധിയെ ശിക്ഷിക്കാൻ പാടില്ല. ഇത് നമ്മുടെ ജൂറിസ്പ്രുഡൻസിന്റെ നീതിന്യായ സംഹിതയുടെ അടിസ്ഥാനമാണ്. കാരണം എന്താ? അതായത് ഒരു നിരപരാധിയെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താ? വിധി പറയുന്നത് വരെ അയാള് നിരപരാധിയാണ് എന്ന് പ്രസ്യൂം ചെയ്യണം എന്നാ പറയുന്നത്. അപ്പോ ഒരു കുറ്റകൃത്യത്തിൽ ഒരാൾ ആരോപിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു കുറ്റകൃത്യത്തിൽ ഒരാൾ പ്രതിസ്ഥാനത്തേക്ക് ആരോപിക്കപ്പെട്ട, ആ പ്രതിസ്ഥാനത്തേക്ക് ആരോപിക്കപ്പെട്ടയാള് അവിടെ വെച്ച് തന്നെ കുറ്റവാളിയാണ് എന്ന് വിധി കൽപ്പിക്കുന്ന തരത്തിലേക്ക് മീഡിയ ട്രയൽ നടക്കുന്ന സമയം പലപ്പോഴും ദൗർഭാഗ്യകരമായി നമ്മൾ കാണുകയാണ്. അപ്പോ മീഡിയ ട്രയൽ നടത്താനുള്ള അധികാരം മാധ്യമ രംഗത്തുള്ളവർക്കില്ല. പകരം നമുക്ക് മീഡിയയിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും, കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് പൊതുജനങ്ങളിലേക്കും അധികാരികളിലേക്കും ഒക്കെ പ്രക്ഷേപണം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിന് പ്രിവിലേജ്ഡ് ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ. എന്നാൽ ആ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ദുരുപയോഗത്തിന്റെ വഴികളിലേക്ക് ചിലപ്പോഴും വരും. അതിൽ എത്രയോ രക്തസാക്ഷികൾ നമ്മുടെ രാജ്യത്തിനകത്തുണ്ടായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോ കോടതികളിൽ നിങ്ങളെല്ലാവരും കോടതികളിലെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. നമ്മുടെ പല ആളുകളും പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്. പ്രതിസ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ, അതായത് കൊലപാതകി ഒരാള് ഒരു കുറ്റകൃത്യം നടത്തി അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ആ അറസ്റ്റ് ചെയ്യുന്ന സമയം മുതൽ നമ്മുടെ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വരികയാണ് അയാൾ കുറ്റക്കാരനാണ് എന്ന രീതിയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് അയാൾ കുറ്റക്കാരനാണ്, അപ്പോൾ സമൂഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർത്തകൾക്ക് വലിയ സ്വാധീനം ജനങ്ങൾക്ക് ചെലുത്താൻ സാധിക്കും. ഒരു വളരെ നിസ്സാരമായിട്ടാണെങ്കിൽ പോലും ഇത് കേൾക്കുന്ന ആളുകൾ, അതായത് അഭിഭാഷകരെ സ്വാധീനിക്കാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള നിരന്തരമായ വാർത്തകൾ അതിന്റെ ട്രയലിനെ സ്വാധീനിക്കാൻ ഇടയാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്നാണ് പറയുന്നത്. എന്താണ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്? ഞാനും നിങ്ങളും അവസാനത്തവന്റെ നീതി ആണ് എന്റെ നീതി എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് അതാണ് എല്ലാ നിയമത്തിനും. അതായത് ഞാൻ നിരപരാധിയാണ് എന്ന് എന്നെ കുറ്റക്കാരനായി കണ്ടെത്തുന്നത് വരെ അനുമാനിക്കാനുള്ള പ്രിസംപ്ഷനാണ് എനിക്കുള്ളത്. അപ്പോ ചില എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ആ എക്സെപ്ഷണൽ കേസ് എന്താ? പോക്സോ കേസുകളില് ഒരു കുഞ്ഞു പറഞ്ഞാൽ ആ കുഞ്ഞു പറയുന്നത് ശരിയാണ് എന്ന് പ്രിസ്യൂം ചെയ്യണം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്പെഷ്യൽ ആക്ടുകൾ പലത് പാസ്സാക്കുകയാണ്. ആ സ്പെഷ്യൽ ആക്ടുകളുടെ പ്രത്യേകത എന്താ? നമുക്കറിയാം, മുഖ്യധാരയിലേക്ക് ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ, വഴിയോരം ചേർന്ന് നടക്കുന്നവനെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് എല്ലാ നിയമനിർമ്മാണവും നടക്കുന്നത്. അതുകൊണ്ടാണ് ക്ഷേമരാഷ്ട്രമാണ് ഈ രാജ്യത്തിന്റെ നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത്. അപ്പം ആ നിയമനിർമ്മാണം നടക്കുമ്പോൾ ഈ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്ന് പറയുന്ന ആരാ? കുട്ടികൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, സ്ത്രീകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് പറയുന്നവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്.
അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം. അത്തരം നിയമങ്ങൾ ഇതിലെ പ്രിവിലേജസ്. മറ്റ് എല്ലാ നിയമങ്ങളിലും പ്രിസംഷൻസ് ഉണ്ട്. ആ പ്രിസംഷൻ എന്താ? ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ പ്രിസംഷനും ഭാരതീയ ന്യായ സംഹിതയുടെ പ്രിസംഷനും ഒക്കെ ഒരു പ്രിസംഷനാണ് കുറ്റവാളി അയാൾക്കെതിരെയുള്ള കുറ്റം തെളിയുവോളം നിരപരാധിയാണ്. പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് ആണ്. ആ പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് നമുക്ക് തരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ ആദ്യത്തെ കോടതി, മജിസ്ട്രേറ്റ് കോടതി മുതൽ നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെ നമുക്കൊരു ട്രയൽ എന്ന് പറയുന്നത് ഒരു ഹയറാർക്കിയാണ്. അതിൽ അവസാനത്തെ സുപ്രീം കോടതിയിലേക്ക് എത്താം. നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം ജനാധിപത്യത്തിന്റെ ഈ ചട്ടക്കൂടിൽ ഉണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായ ഒരു രാജ്യത്താണ്. നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ച് വളരെ കാൽപ്പനികമായ ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. ഞാൻ സൂചിപ്പിച്ചത്, മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒരാളെ ശിക്ഷിച്ചാൽ അയാളെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചു. മജിസ്ട്രേറ്റ് കോടതിക്ക് തൂക്കിക്കൊല്ലാൻ അധികാരമില്ല, അയാളെ ശിക്ഷിച്ചു. ജില്ലാ കോടതികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ്. ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ആ വധശിക്ഷ ശരിവെക്കുകയാണ്. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ പല സന്ദർഭങ്ങളിലും വധശിക്ഷ നിരുപാധികം അവരെ വിട്ടഴിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോ ഇതൊരു ഹയറാർക്കിയാണ് എന്ന് പറയുന്നത്. ഈ ഹയറാർക്കിയിലെ മജിസ്ട്രേറ്റ് കോടതിക്ക് ശിക്ഷ കൊടുക്കാൻ കഴിയുന്നത് ഏറിയാൽ 3 വർഷം വരെ. ആ 3 വർഷം കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതിക്കില്ല. പിന്നെ അതിൽ കൂടുതൽ കൊടുക്കണമെങ്കിൽ അതിന്റെ ഹയർ കോടതിയുടെ അനുമതി മേടിക്കണം. എന്നാൽ ജില്ലാ കോടതിക്ക്, സെഷൻസ് കോടതിക്ക് ഒരാളെ തൂക്കിക്കൊല്ലാൻ അധികാരമുണ്ട്. ഹൈക്കോടതിയുടെ പെർമിഷൻ മേടിക്കണം. ഞാനത് സൂചിപ്പിച്ചത്, നമ്മൾ ഒരു കോടതി വിധി വരുന്ന പാട് തന്നെ അയാളെ ആ ശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പല സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞാൽ അത് ലോ ഓഫ് ദ ലാൻഡ് എന്നാണ് പറയുന്നത്. ആ ലോ ഓഫ് ദ ലാൻഡ് ആകുന്നതിന് മുമ്പ് ആ ഹയറാർക്കിയിൽ ഒരു കോടതി ഒരു വിധിന്യായം പുറപ്പെടുവിച്ചാൽ അത് ആ സമയത്ത് നടപ്പിലാക്കാത്തതിന്റെ കാരണം എന്താ? ആ നടപ്പിലാക്കാത്തതിന്റെ കാരണം അവിടെയും നമുക്ക് മുകളിലേക്ക് പോകാനുള്ള പരമോന്നത നീതിപീഠത്തിലേക്ക് അവിടെയും നീതിയുടെ ഒരു കിരണമെങ്കിലും നമുക്ക് കിട്ടാൻ, അവസാനത്തവന് കിട്ടാനുള്ള ആ സോഴ്സ്, ആ മീഡിയ അവിടെ നിലനിൽക്കുകയാണ്. അവിടെയും പരമോന്നതമായ നീതിപീഠം, ആ പരമോന്നതമായ നീതിപീഠം എന്ന് പറഞ്ഞ ന്യായാധിപന്മാരാണ്. ആ ന്യായാധിപന്മാർ നിയമത്തെ സമ്പൂർണ്ണം പഠിച്ചിട്ടുള്ള നിയമ പണ്ഡിതന്മാരാണ്. എന്നാൽ ജനാധിപത്യത്തിൽ, നമ്മുടെ രാജ്യത്തിനകത്ത് നാം കാണാം, ആ ജനാധിപത്യത്തിൽ ഈ ന്യായാധിപന്മാർ, അതായത് നിയമത്തെ അവഗാഹമായി പഠിച്ചിട്ടുള്ള ഒരു ന്യായാധിപന്മാർ, അവര് ഒരു പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, അല്ലെങ്കിൽ ആ ശിക്ഷ ശരിവെച്ചു. അത് അന്തിമമാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പോലും ഇന്ത്യൻ ഭരണഘടന പറയുകയാണ്, അതായത് ജനാധിപത്യത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിന് ദയാഹരിച്ചു കൊടുത്ത് അദ്ദേഹത്തെ വേണമെങ്കിൽ വിട്ടയക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ജനാധിപത്യ സംവിധാനത്തിൽ ഈ ഹയറാർക്കിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ജനങ്ങളുടെ താല്പര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആ ഹയറാർക്കി. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് അത് മാധ്യമ പ്രവർത്തകരും മനസ്സിൽ കുറിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരാളെ നമ്മുടെ നിരവധിയായ കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കേസുകൾ മാത്രമല്ല, ആരോപണങ്ങൾ, അതുപോലെ തന്നെ ചില വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കെതിരെയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ ഡ്യൂട്ടിയാണ്. കാരണം എന്താ? ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കറക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ആരാ? മാധ്യമമാണ്. കാരണം ജനങ്ങളെ രൂപപ്പെടുത്താൻ മാത്രമല്ല, ഈ കറക്റ്റീവ് ഫോഴ്സ് ഒരാളെ തെരഞ്ഞെടുത്താൽ 5 വർഷത്തേക്ക് അവരവിടെ ഇരിക്കുകയാണ്. ആ 5 വർഷം കഴിയുമ്പോൾ ജനങ്ങള് രണ്ടാമത് തെരഞ്ഞെടുക്കുന്ന സമയത്ത് അവരിതെല്ലാം മറന്നു പോവുകയാണ്. അപ്പം നിരന്തരമായി എന്ന് പറഞ്ഞാൽ ഇടാതടവില്ലാതെ ഈ നാടിന്റെ സ്പന്ദനം ജനങ്ങളിലേക്കും, അതോടൊപ്പം തന്നെ ഈ ജനങ്ങളുടെ സ്പന്ദനം ഭരണാധികാരികളിലേക്കും എത്തുന്ന ഒരു നിരന്തരമായ ഒരു ലിങ്കായിട്ടാണ് ഈ മാധ്യമം പ്രവർത്തിക്കുന്നത്. അപ്പോ അത് വസ്തുതാപരമായ സത്യസന്ധമായ വാർത്തകളായിരിക്കും. ആ വസ്തുതാപരമായ സത്യസന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. കാരണം അതിനും എത്രയോ തെളിവുകളുണ്ട്. കാരണം നമുക്കറിയാം, പല കുറ്റാന്വേഷണ കഥകളിലും ഒരു കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മരിച്ച ഒരു സംഭവം. ആ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മരിച്ചു. ആ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോയ വണ്ടിയുടെ ഡ്രൈവർ, അദ്ദേഹം എന്തോ സംശയാസ്പദമായ രീതിയിൽ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. മാധ്യമങ്ങളും ചാനലുകളും ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ആ തരത്തിലേക്ക് പോവുകയാണ്.
അന്ന് മുതൽ അയാളാണ് ആ കേസിന്റെ പ്രതി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. പക്ഷെ നമുക്കറിയാം വർത്തമാന കാലത്ത് ചില പ്രത്യേക ഘട്ടങ്ങളിൽ അന്വേഷണം വഴിമാറുകയാണ്. ഇന്ന് പഴയതുപോലെ അല്ല. അന്വേഷണത്തിന് സയന്റിഫിക് അന്വേഷണമുണ്ട്. ആ സയന്റിഫിക് അന്വേഷണത്തിന്റെ ഭാഗമായി പുതിയ തെളിവുകൾ കിട്ടുകയാണ്. ആ പുതിയ തെളിവുകൾ കിട്ടുമ്പോൾ കുറ്റവാളി ആരാണോ എന്നുള്ളതിനെ കുറിച്ച് ചില മാറിയ ചിന്തകൾ വരികയാണ്. അപ്പോ അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ വണ്ടിക്കാരൻ അല്ല കുറ്റവാളി എന്ന് കാണുകയാണ്. ആരാണ് കുറ്റവാളി? ഡ്രൈവർ അല്ല കുറ്റവാളി എന്ന അന്വേഷണത്തിൽ തെളിയും. ഇത് നടന്ന സംഭവം, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഡ്രൈവർ അല്ല കുറ്റവാളി, പകരാരാണ്? അന്വേഷണം എത്തിക്കുമ്പോൾ അത് കാണുന്നത് തന്റെ 2 വർഷം സീനിയർ ആയിട്ടുള്ള 6ാം ക്ലാസ്സുകാരനാണ് കുറ്റവാളി. എന്താ കാരണം? പരീക്ഷയിൽ അവൻ കാര്യമായി പഠിച്ചിട്ടില്ല. അപ്പോൾ പരീക്ഷ മാറ്റിവെക്കണമെങ്കിൽ ഏതെങ്കിലും കുട്ടി മരിച്ചാൽ ആ പരീക്ഷ മാറ്റിവെക്കും എന്ന ഒരു ചിന്ത ആ കുട്ടിയെ കുറിച്ചിരിക്കുക. അപ്പം ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പം ഒരു അവിടെയാണ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസിന്റെ ഇത്തരത്തിലുള്ള നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിനകത്ത് രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് അവസാനത്തെ ഒരു ക്ഷേമമാണ്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടുകളിൽ ഏറ്റവും സാധ്യതമായ ഉത്തരവാദിത്വം വഹിക്കേണ്ട ആളുകളാണ് ഈ മാധ്യമപ്രവർത്തകർ. ആ മാധ്യമപ്രവർത്തകർ അത്തരത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കുന്നില്ലെങ്കിൽ നമുക്കറിയാം എന്താണ് ഏറ്റവും അധിക ഈ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള മേഖല ഏതാ? ഇൻഫർമേഷനാണ്. കാരണം നമുക്കറിയാലോ, നമ്മുടെ അക്കാദമിക് കരിക്കുലം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം പാതി വഴിയിൽ പലപ്പോഴും ഉപേക്ഷിക്കുകയാണ്. പക്ഷേ എത്ര വിദ്യാഭ്യാസം ഉപേക്ഷിച്ചവനും ഇൻഫർമേഷൻ കൊടുക്കുന്നതും വിദ്യാഭ്യാസം കൊടുക്കുന്നതും നിരന്തരമായ പത്രവായനകളിലൂടെയും TV അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൂടെയാണ് കാണാം. അപ്പം ഒരു കണ്ടിന്യൂയിങ് ലീഗൽ എഡ്യൂക്കേഷൻ ഏജൻസി എന്നുള്ള നിലയിൽ മാധ്യമ പ്രവർത്തനം മാറുകയാണ്. ആ മാധ്യമ പ്രവർത്തനം മാറുമ്പോൾ നമുക്ക് വലിയ ദൗത്യവും ഉത്തരവാദിത്വവും നിർവഹിക്കാനുണ്ട്. അങ്ങനെ നിർവഹിക്കുമ്പോൾ നാം ഏതൊക്കെ മേഖലകളിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതാണ് ഈ ഭാരതീയ ന്യായ സംഹിതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പൊ ആ ഭാരതീയ ന്യായ സംഹിതയിൽ നിങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്നത് ഈ ഡിഫമേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. നമുക്കറിയാം, കോടതികളിൽ പോയ മറ്റു മേഖലകളിലൊന്നും പത്രമാധ്യമ പ്രവർത്തകരെ പ്രതിസ്ഥാനത്തേക്ക് കാണാറില്ല. പക്ഷേ നിങ്ങൾ തെറ്റായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്താൽ, ആ തെറ്റായ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവേണ്ടത്? അതായത് ഒരു വ്യക്തിക്കെതിരെ ഡിഫമേഷന്റെ പരിധിയിൽ പറയുന്ന കാര്യം ഇതാണ്: ഒരു വ്യക്തിയെ അദ്ദേഹത്തെ അപമതിപ്പുണ്ടാകുന്ന തരത്തിലേക്ക് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുക. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന് അപമതിപ്പുണ്ടാവുകയും ആ അപമതിപ്പുണ്ടായ വാർത്ത ആ വായിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആൾ വിശ്വസിക്കുകയും ആ വിശ്വസിക്കുന്ന ആള് അപമതിപ്പോടെ ആ വാർത്തയ്ക്ക് ഹേതുവായ ആളെ കാണുകയും ചെയ്യുന്നതിനാണ് ഡിഫമേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, പത്രങ്ങളിൽ നിരവധിയായ കാര്യങ്ങൾ വരികയാണ്. ആ പത്രങ്ങളിൽ നിരവധിയായ കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ആ പത്ര മാധ്യമ രംഗത്തേക്ക് വരുമ്പോൾ ആദ്യം റിപ്പോർട്ടർ ഒന്നാം കക്ഷി, രണ്ടാമത് ആ റിപ്പോർട്ട് ചെയ്യുന്ന ആരാണോ വാർത്ത കൊടുക്കുന്നയാള് ആ ആള് ഒന്നാം കക്ഷി, രണ്ടാമത് പത്രത്തിന്റെ ഉടമ രണ്ടാം കക്ഷി, മൂന്നാമത് ആ പത്രത്തിന്റെ മാധ്യമ രംഗത്ത് ആരെങ്കിലും, ഇവരെല്ലാം പ്രതിസ്ഥാനത്തുനിന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുക്കുക. ആ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്താൽ അതിന് പോലീസിന് കേസെടുക്കാൻ സാധിക്കുമോ? പോലീസിന് ഡിഫമേഷൻ കേസ് എടുക്കാനുള്ള അവകാശമില്ല. ആ ഡിഫമേഷൻ കേസ് എടുക്കാനുള്ള അവകാശം കോടതിക്ക് മാത്രമാണ്. അപ്പോൾ കോടതിക്ക് മാത്രം അവകാശം എന്ന് പറയുന്നത് എങ്ങനെയാ? കോടതിയിലെ നടപടി എങ്ങനെയാ? പണ്ട് കോടതിയിലെ നടപടി എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് നമ്മളൊരു വാർത്ത, ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിയുടെ മേലെ മജിസ്ട്രേറ്റ് ആദ്യം ആ പരാതിക്കാരന്റെ മൊഴിയെടുക്കുക. ആ പരാതിക്കാരന്റെ മൊഴിയെടുത്തു, ആ വാർത്ത കേട്ടവന്റെ മൊഴിയെടുത്തു, ആ വാർത്ത വിശ്വസിച്ചവന്റെ മൊഴിയെടുത്തു. അങ്ങനെ അപമതിപ്പുണ്ടാകുന്ന ഒരു സാഹചര്യം. ഇതിനാണ് ആ ഡിഫമേഷനെ സംബന്ധിച്ചുള്ള ആ പ്രൈവറ്റ് കംപ്ലൈന്റ് ആണ് ഡിഫമേഷനെ സംബന്ധിച്ച് കൊടുക്കുന്നത്. എന്നാൽ ആ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കുന്നതിന് ശേഷം പരാതിക്കാരൻ ഈ ഫയലിൽ ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ പ്രതിക്ക് നോട്ടീസ് അയക്കുകയാണ്. എന്നാൽ ഇന്ന് ഈ ഭാരതീയ അധിനിയമത്തിൽ ഒരു വ്യത്യാസം വരുത്തുകയാണ്. ഭാരതീയ അധിനിയമത്തില് ഏത് കേസിലും ഈ മൊഴിയെടുത്ത് ഫയലെടുത്ത് ഈ സമൻസ് അയക്കുന്നതിന് മുൻപ് പ്രതിയെ കൂടി കേൾക്കണം. പ്രതിക്ക് ഒരു എൻക്വയറിക്ക് വേണ്ടിയുള്ള അവകാശം. അതാണ് ഭാരതീയ അധിനിയമത്തില് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. അല്ലാതെ ഡിഫമേഷന്റെ നിർവചനങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല, അതിന്റെ എക്സെപ്ഷൻസിലും വ്യത്യാസമൊന്നുമില്ല. മറ്റൊരു കാര്യം, ഈ അധിനിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുകയാണ്, നമുക്ക് ഏതൊക്കെ ശിക്ഷയാണുള്ളത്? തൂക്കിക്കൊല്ലാൻ വിധിക്കാം, അതുപോലെ തന്നെ ലൈഫ് ഇംപ്രിസൺമെന്റ് ഉണ്ട്, ഇംപ്രിസൺമെന്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള നിയമമുണ്ട്, അതോടൊപ്പം ഫൈൻ ഇടാനുള്ള നിയമമുണ്ട്. ഇതാണ് IPC ഉണ്ടായിരുന്ന നിയമം. എന്നാൽ അധിനിയമത്തിലേക്ക്, ഭാരതീയ ന്യായ സംഹിതയിലേക്ക് എത്തുമ്പോൾ
മറ്റൊരു നിയമം കൂടി, മാറിയ കാലത്തിനനുസരിച്ച് മറ്റൊരു നിയമം കൂടി വരിക, മറ്റൊരു ശിക്ഷ കൂടി വരിക. എന്താണ് ഈ ശിക്ഷ? കമ്മ്യൂണിറ്റി സർവീസ്. ആ കമ്മ്യൂണിറ്റി സർവീസ് എന്ന പുതിയൊരു ശിക്ഷ കൂടി ഭാരതീയ ന്യായ സംഹിതയിൽ വരികയാണ്. ആ കമ്മ്യൂണിറ്റി സർവീസ് എന്താ? കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത് സാമൂഹ്യ സേവനം എന്നുള്ളതാണ്. അപ്പോൾ അച്ഛനെ സംരക്ഷിക്കാത്ത മക്കൾ സ്വാഭാവികമായും അങ്ങനെയുള്ളവർക്ക് കമ്മ്യൂണിറ്റി സർവീസ് വേണേൽ കൊടുക്കുക. എന്താ കമ്മ്യൂണിറ്റി സർവീസ്? ഒരു വൃദ്ധസദനത്തില് നിരവധിയായ രക്ഷിതാക്കൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ പോയി അവരെ സംരക്ഷിക്കുക. ഇത് കമ്മ്യൂണിറ്റി സർവീസ്. അപ്പോൾ ചില കാര്യങ്ങളിൽ കമ്മ്യൂണിറ്റി സർവീസ് എന്ന ഒരു ശിക്ഷ കൂടി കൊടുക്കാൻ ഈ പുതിയ നിയമത്തിൽ ഭാരതീയ ന്യായ സംഹിതയിൽ ഒരു വ്യവസ്ഥ. മുൻപ് ആ ന്യായ സംഹിതയിലുള്ള വ്യവസ്ഥ ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, നമുക്ക് ഈ ശിക്ഷകളെ സംബന്ധിച്ച് പറയുമ്പോൾ, കുറ്റങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഈ ശിക്ഷകൾ എന്താ? രാജ്യത്തിനെതിരെയുള്ള ശിക്ഷയുണ്ട്, വ്യക്തിക്കെതിരെയുള്ള ശിക്ഷയുണ്ട്, സ്ത്രീക്കെതിരെയുള്ള ശിക്ഷയുണ്ട്, കുട്ടികൾക്കെതിരെയുള്ള ശിക്ഷയുണ്ട്, രാജ്യത്തിന്റെ ഡീസൻസിക്കെതിരെയുള്ള ശിക്ഷയുണ്ട്, കുറ്റമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോയിൻ ആൻഡ് കറൻസിക്കെതിരെയുള്ള ഇതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വകാര്യതകളെ സംബന്ധിച്ചുള്ളതുണ്ട്, ഭീഷണിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുണ്ട്. ഇതെല്ലാം വ്യത്യസ്തമായ ഹെഡുകളിൽ പുതിയ നിയമത്തിൽ വരികയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ പണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം കാണുന്ന ഒരുവൻ മുകളിലുണ്ട് എന്നാ പറയുന്നത്. അറിയാ പറയുന്നത്? നമ്മുടെ ഈ ധാർമ്മികതയാണ് നമ്മളെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാലത്ത് ആ ധാർമ്മികത, എല്ലാം കാണുന്ന ഒരുവൻ മുകളിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റകൃത്യങ്ങളുടെ അളവ് കുറയ്ക്കാനാണ്. എന്നാൽ ഇന്ന് എല്ലാം കാണുന്നവൻ മുകളിലുണ്ട് എന്നല്ല, എല്ലാം കാണുന്നവൻ നമ്മൾ സഞ്ചരിക്കുന്ന എല്ലാ വഴിയോരങ്ങളിലും പാതയോരങ്ങളിലെയും പോസ്റ്റിന് മുകളിലുണ്ട്. ആരാ? CCTV. അപ്പോ CCTV-കൾ നമുക്കറിയാം, പണ്ട് പ്ലാവിൽ നിന്ന് വീണവനും ബൈക്ക് ആക്സിഡന്റിൽ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് MACT ക്ലെയിം കൊടുക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് MACT ക്ലെയിം കൊടുക്കാൻ പ്ലാവിൽ നിന്നും വീണിട്ട് അല്ലെങ്കിൽ കയ്യാലയിൽ നിന്ന് ഉരുട്ട് വീണാൽ നടക്കില്ല. കാരണം എന്താ? നമുക്ക് ആ വണ്ടി ഇടിച്ച സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് ആ വണ്ടി പാസ് ചെയ്ത് വരുന്ന എല്ലാ അപകടങ്ങളും നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് അവിടെ പിടിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ എല്ലാം കാണുന്നവർ മുകളിലുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അത് ഒരു വലിയ മാറ്റമാണ്. ആ വലിയ മാറ്റം നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിലേക്ക് മാറുകയാണ്. എന്താ ഇൻവെസ്റ്റിഗേഷനിൽ? പണ്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസറുടെ ഒരു ഇംഗിതത്തിൽ മാത്രമല്ല. എന്നാൽ ഇന്ന് അതല്ല. ഇന്ന് സയന്റിഫിക് ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് നടക്കുന്നത്. അപ്പം ആ ശാസ്ത്രീയ തെളിവുകളുടെ അത് മാധ്യമരംഗത്തും നിരവധിയാണ്. പണ്ട് പല സ്ഥലങ്ങളിലേക്കും കാൽനടയായി പോയി വാർത്തകൾ ശേഖരിച്ച് ഈ ന്യൂസ് ടേബിളിൽ എത്തിച്ച് അത് കൊടുക്കുന്ന ഇതാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ വാർത്തകൾ, നാം സമാഹരിക്കുന്ന വാർത്തകളെല്ലാം നമ്മുടേത് മാത്രമായ വാർത്തകളല്ല. പകരം നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വാർത്തകൾ നമ്മളിലേക്ക് എത്തുകയും നമ്മളത് ക്രോഡീകരിച്ച് ഒരു വാർത്താ മാധ്യമ ശൃംഖലയുടെ ഭാഗമായി അത് പ്രചരണം ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇവിടെ നമ്മൾ കണ്ണും കാതും കൂർപ്പിച്ചിട്ടുള്ള ജാഗ്രത നമുക്ക് ഉണ്ടാവണം. കാരണം ഇതാരാണോ പുറത്തുവിടുന്നത് അവർക്കാണ് ഈ വാർത്തയുടെ ഡീസൻസിയെ സംബന്ധിച്ചും വാർത്തയുടെ സ്വകാര്യതയെ സംബന്ധിച്ചും വാർത്തയുടെ അപമാനത്തെ സംബന്ധിച്ചും ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് ചോദിച്ചാൽ, ആരിലൂടെയാണോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് മാത്രമായിരിക്കും. അപ്പോൾ ആ ഒരു തരത്തിൽ കോർപ്പറേറ്റ് ക്രൈമുകൾ വരികയാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ക്രൈമുകൾ വരികയാണ്. പണ്ടത്തെ ക്രൈം നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി, നമ്മുടെ ഡാറ്റകള്, നമ്മുടെ ഇൻഫർമേഷൻസ് ഇതെല്ലാം നമ്മുടെ സ്വത്തായി മാറുകയാണ്. അപ്പം അങ്ങനെ ഈ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച്, ക്രിമിനൽ കുറ്റങ്ങളെ സംബന്ധിച്ച് പുതിയൊരു കാലത്ത് നാം ജീവിക്കുമ്പോൾ ആ കാലത്ത് കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കണം പുതിയ നിയമം എന്നുള്ള നിലയിലാണ് ഈ നിയമം പാസ്സാക്കിയിട്ടുള്ളത്. ആ നിയമം പാസ്സാക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നമുക്കറിയാം, ഈ നിയമനിർമ്മാണത്തിൽ ബ്രിട്ടീഷുകാരൻ ഇന്ത്യക്കാരന് വേണ്ടി നിർമ്മിച്ച നിയമവും ഇന്ത്യക്കാരന് വേണ്ടി നിയമിച്ച നിയമവും. പക്ഷേ ഇതിനകത്ത് പല വാക്കുകളും ഒഴിവായിട്ടുണ്ട്. പഴയ നിയമത്തിൽ ക്രൗൺ, എംപറർ എന്നൊക്കെയുണ്ട്. ആ വാക്കുകളൊന്നും ഈ പുതിയ നിയമത്തിലില്ല. ക്രൗൺ കാരണം ബ്രിട്ടീഷ് രാജ്ഞിയെ സംബന്ധിച്ചോ ബ്രിട്ടന്റെ പരമാധികാരത്തെ സംബന്ധിച്ചല്ല, പക്ഷെ ഇന്ത്യക്കാരനെ സംബന്ധിച്ചാണ്. പക്ഷേ ഈ ശിക്ഷ എന്നുള്ളതിന് പകരം നമ്മള് ഈ സുരക്ഷ അല്ലെങ്കിൽ ക്ഷേമം എന്നുള്ള ഈ ഭാരതീയ ന്യായം എന്നുള്ള പദം കൂട്ടിച്ചേർക്കുന്നു. പക്ഷേ ശിക്ഷയുടെ കാലാവധികൾ, അതായത് 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ, വധശിക്ഷ, അതോടൊപ്പം തന്നെ ജീവപര്യന്ത ശിക്ഷ, ആ ശിക്ഷകളൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. അപ്പം മാറിയ കാലത്തിനനുസരിച്ച് സമഗ്രമായ ഒരു മാറ്റം ഈ നിയമനിർമ്മാണത്തിൽ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പകരം ഒരു നിയമനിർമ്മാണത്തിലും സമഗ്രമായ മാറ്റം ആദ്യം സംഭവിക്കില്ല. പകരം ആ മാറ്റം എവിടെ ഉണ്ടാവേണ്ടത്?
ആ മാറ്റം ഉണ്ടാവേണ്ടത് നിരന്തരമായ ചർച്ചകളിലൂടെയാണ്, നിരന്തരമായ റിപ്പോർട്ടിങ്ങുകളിലൂടെയാണ്. ആ നിരന്തരമായ റിപ്പോർട്ടിങ്ങുകളിലൂടെയും നിരന്തരമായ ചർച്ചകളിലൂടെയും ഒരു നിയമത്തെ കൂടുതൽ മികവുറ്റതാക്കാൻ അവിടെയാണ് മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും നിശ്ചലമായ പങ്ക് വഹിക്കാനുള്ളത്. കാരണം ശരിയായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക, ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് പോയതിനു ശേഷം നിങ്ങൾ കാണിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം ആ ഒരു തരത്തിൽ വാർത്ത, കാരണം ഇതിനൊന്നും പ്രാഥമികമായ മറ്റു കാര്യങ്ങളുടെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം വാർത്തകൾ സത്യസന്ധമായിരിക്കണം എന്നുള്ളത്. അപ്പൊ ആ സത്യസന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആ സത്യസന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ചില വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. കാരണം എന്താ, സത്യസന്ധമായിരിക്കും, പക്ഷെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. സത്യസന്ധമായിരിക്കും, പക്ഷെ വേറൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലാനുള്ള വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഇതില്ല. ഒരു ചിത്രം നമുക്ക് പ്രദർശിപ്പിക്കാനുള്ള അവകാശമുണ്ട്, ന്യൂഡിറ്റി അതായത് നഗ്നത പ്രദർശിപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല. ആ നഗ്നത പ്രദർശിപ്പിക്കാനുള്ള അവകാശം നമുക്കില്ല എന്ന് പറയുമ്പോഴും അതും ആപേക്ഷികമാണ്. നമുക്കറിയാം മുല കൊടുക്കുന്ന ഒരു അമ്മയുടെ ചിത്രം, ആ മുല കൊടുക്കുന്ന അമ്മയുടെ ഒരു ചിത്രം പത്രത്തിൽ വരികയാണ്. അത് വരുന്ന സമയത്ത് ആ മുല കൊടുക്കുന്ന അമ്മയുടെ ചിത്രം വരുമ്പോൾ അതിലൂടെ ഒരു ആ ചിത്രത്തിലൂടെ അല്ലെങ്കിൽ അതിലുള്ള വാർത്തയിലൂടെ പബ്ലിക്കിന് നൽകുന്ന, പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം. ആ സന്ദേശം ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, സാരോപദേശവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, സാമൂഹ്യ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന സന്ദേശവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് എക്സെപ്ഷൻ ഉണ്ട്. അപ്പം എല്ലാ നഗ്നചിത്രങ്ങളും അത് നഗ്നത പ്രകടിപ്പിക്കുന്നതെല്ലാം അശ്ലീലമല്ല, എല്ലാ വാർത്തകളും അശ്ലീലമല്ല. അപ്പോൾ ആ വാർത്തകളിലേക്ക് നമ്മളെ നയിക്കുന്ന, ആ ചിത്രങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന വികാരം എന്താണ്, അതിനകത്തെ ശാസ്ത്രം എന്താണ്, സയൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരം നഗ്നതകൾ പ്രദർശിപ്പിക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് ഏത് അർത്ഥത്തിലാണ് നാം പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ഈ ഇത്തരത്തിലുള്ള ഈ ഭാരതീയ ന്യായ സംഹിതയെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ധാരണ ഉണ്ടാവുക, ചിലപ്പോൾ ഈ ന്യായ സംഹിത ഒരു സമൂലമായ മാറ്റമുള്ള ഒരു നിയമമാണ് എന്നായിരിക്കുക. അത്തരത്തിലുള്ള ഒരു സമൂലമായ മാറ്റമല്ല, പകരം അതിനകത്ത് ചില ക്രമീകരണങ്ങളാണ് വരുത്തിയിട്ടുള്ള. ആ ക്രമീകരണങ്ങൾ ഭരണ സുരക്ഷയ്ക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ നമ്മുടെ കൈകാര്യം ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ മാറിയ കാലത്തിന്റെ ചില അനിവാര്യതകളിലേക്ക്, ഒരു പുതിയ കാലത്തിന്റെ അനിവാര്യതകളിലേക്ക്, ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ അന്വേഷണത്തിന്റെ പുതിയ മേഖലകൾ തുറക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമാണ്. അപ്പം ആ നിയമത്തിന്റെ പരിരക്ഷയിൽ മാധ്യമപ്രവർത്തകർക്ക് ഡിഫമേഷന്റെ ആ മേഖലയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യൻ ഭരണഘടനയിലെ ഈ ആശയവിനിമയത്തിന്റെ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അത് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുമ്പോൾ ആ റൈറ്റ് നമുക്ക് അവിടെ നിലനിൽക്കുകയാണ്. ആ റൈറ്റ് നിലനിൽക്കുമ്പോൾ മറ്റൊരാളിന്റെയും സ്വകാര്യതകളിലേക്ക്, നമ്മുടെ എല്ലാ നമുക്കറിയേണ്ട ഒരു കാര്യം, മറ്റൊരാളിന്റെയും സ്വകാര്യതകളിലേക്ക് നമുക്ക് കടന്നു ചെയ്യാനുള്ള ആവശ്യമില്ല, അവകാശമില്ല. മറ്റൊരാളിന്റെയും മാനം ഭംഗപ്പെടുത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള അവകാശമില്ല. മറ്റൊരാളിന്റെയും സ്വകാര്യതകളിലേക്ക് കടന്നു ചെല്ലാനുള്ള അവകാശമില്ല. എന്നാൽ പൊതു നന്മയ്ക്ക് വേണ്ടി സത്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, ഈ ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വാർത്തകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്താൽ അത് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷന്റെ പരിധിയിൽ വരും. ആ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ ഏത് എന്നുള്ളത് ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ മനുഷ്യനും സ്വാതന്ത്ര്യവും ഈക്വാലിറ്റിയും ഫ്രട്ടേണിറ്റിയും ലിബർട്ടിയും ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. അപ്പം മറ്റൊരാൾക്കും, അതായത് ഇന്ത്യയിലെ അവസാനത്തവനും ഈ ഫ്രട്ടേണിറ്റിയും ലിബർട്ടിയും ഈക്വാലിറ്റിയും ഒക്കെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിവുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന വാർത്തകൾക്ക് അത് മറ്റൊരാളിന്റെ അല്ലെങ്കിൽ ഏതൊരാവട്ടെ അവരുടെ സ്വാതന്ത്ര്യത്തെയോ അവരുടെ പരമാധികാരത്തെയോ അവരുടെ സമത്വത്തെയോ അവരുടെ ഏതെങ്കിലും തരമുള്ള അവകാശങ്ങളെയോ ഹരിക്കുന്നതാണെങ്കിൽ അത് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരില്ല. അത് ഈ തൊഴിലിന് മാത്രമല്ല, അഭിഭാഷകരുടെ തൊഴിലിന് ബാധകമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷന്റെ തൊഴിലിന് ഭാഗം, എല്ലാ തൊഴിലുകൾക്കും ബാധകമാണ്. അഭിഭാഷകൻ എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും പറയും ഡോക്ടർമാരോടും വക്കീലന്മാരോടും കള്ളം പറയാൻ പാടില്ല എന്നാണ്. എന്തായത് കാരണം? അതായത് രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഡോക്ടർക്ക് കിട്ടിയാൽ മാത്രമേ ഡോക്ടർക്ക് ചികിത്സിക്കാൻ സാധിക്കൂ. അഭിഭാഷകന് അദ്ദേഹത്തിന്റെ ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിന്റെ ശരിയായ രീതിയിലുള്ള നിയമപരമായ പരിരക്ഷ അയാൾക്ക് ഉറപ്പു നൽകാൻ കഴിയുള്ളൂ. അങ്ങനെ കിട്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ ആ അഭിഭാഷകൻ തന്റെ സ്വകാര്യമായ താല്പര്യത്തിന് വേണ്ടി മറ്റൊരാളോട് പറയുകയാണ്.
അത് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷന്റെ ലംഘനമാണ്, അത് കുറ്റകരമാണ്. അപ്പം ഒരു അഭിഭാഷകനോട് ഏതെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്റെ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷന്റെ പരിധിയിലാണെങ്കിൽ അത് സൂക്ഷിക്കേണ്ട ബാധ്യത അഭിഭാഷകനുണ്ട്. ഒരു ഡോക്ടറോട് ഒരു രോഗി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിക്കേണ്ട ബാധ്യത ഡോക്ടർക്കുണ്ട്. അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് ഇതൊരു വിശാല അർത്ഥത്തിലുള്ള പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂസ് എന്ന വാക്ക് നോർത്തും ഈസ്റ്റും സൗത്തും വെസ്റ്റും ഒക്കെ ചേർന്ന ഈ ന്യൂസ്, അതായത് ദേശാതിർത്തികളില്ലാത്ത ഈ തൊഴിൽ മേഖലയിൽ നാം സൂചിപ്പിക്കേണ്ടത് ഈ തൊഴിൽ മേഖലയിലുള്ള എല്ലാ മനുഷ്യരുടെയും സ്വകാര്യതയ്ക്ക് അതുപോലെ തന്നെ അവരുടെ മാനത്തിന് വില കൊടുക്കുന്ന മാധ്യമ രംഗത്തെ വാർത്തകൾ മാത്രമേ, ദൃശ്യങ്ങൾ മാത്രമേ നാം പ്രചരിപ്പിക്കാൻ പാടുള്ളൂ. അല്ലാതെ വന്നാൽ അത് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷന്റെ, പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പ്രിവിലേജ് മാധ്യമ പ്രവർത്തകർക്ക് കിട്ടില്ല. അപ്പം ആ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് നാം മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ഈ ഫോർത്ത് എസ്റ്റേറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന ഫിഫ്ത്ത് എസ്റ്റേറ്റിന്റെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈ നാടിന്റെ ജനാധിപത്യത്തെ മുറുക്ക പിടിക്കാൻ അവസാനത്തവന്റെ നീതിയും ഈ തന്റെ നീതിയാണ് എന്ന തിരിച്ചറിവോടെ ഒരു ക്ഷേമരാഷ്ട്രം രൂപപ്പെടുത്തുക എന്നുള്ള നിലയിലായിരിക്കണം നമ്മുടെ എല്ലാ വാർത്താ പ്രസരണങ്ങളും നടക്കേണ്ടത്, എല്ലാ വാർത്താ വിക്ഷേപണങ്ങളും നടക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഇതൊരു കേവലമായ ഒരു തൊഴിലിടം മാത്രം എന്നുള്ള നിലയിലേക്ക് കണ്ട് ഈ കിട്ടിയ വാർത്ത അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ വിതരണം ചെയ്താൽ, വിപണനം ചെയ്താൽ ഇത് കേവലം ഒരു ഉൽപ്പന്നം മാത്രമല്ല, ഒരു നാടിനെ മാറ്റിമറിക്കാൻ, ഒരു തലമുറയെ മാറ്റിമറിക്കാൻ ഏറ്റവും വിശേഷപ്പെട്ടിട്ടുള്ള ഒരു കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന്റെ പ്രോസസിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ഉത്തരവാദപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ അതിന്റെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കണം. നമുക്ക് ഈ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഒന്നിച്ചു പോകാൻ കഴിയേണ്ടവരാണ്. അതിനോടൊപ്പം തന്നെ ഈ പുതിയ നിയമത്തിന്റെ പരിരക്ഷയും അതോടൊപ്പം തന്നെ ഈ നിയമത്തിന്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ നിയമത്തെയും നമ്മുടെ രാജ്യത്ത് നിരന്തരം പാസാക്കുന്ന നിയമങ്ങളെയും കുറ്റമറ്റ രീതിയിലേക്ക് വാർത്തെടുക്കാൻ നമുക്കറിയാം. ചർച്ചകളും ഉപചർച്ചകളും ഭേദഗതികളിലൂടെയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന പോലും നിരവധി പ്രാവശ്യം ഭേദഗതി വന്നിട്ടുണ്ട്. പക്ഷേ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായത്തിലൂടെ പറയുകയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് ഭംഗം വരുന്ന യാതൊന്നും ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് ആ ഭരണഘടന നിലവിലുള്ളിടത്തോളം കാലം ഈ തൊഴിൽ മേഖല എന്നുള്ള നിലയിൽ എല്ലാ സുരക്ഷിതത്വം ഉള്ളവരാണ് നിങ്ങൾ എന്ന തിരിച്ചറിവോടുകൂടി നിങ്ങൾക്ക് പോകാൻ സാധിക്കണം. ഇത്തരത്തിലുള്ള ഒരു ഈ ഭാരതീയ ന്യായ സംഹിതയുടെ ഒരു വിഷയാവതരണം എന്നുള്ള നിലയിൽ എന്നെ ക്ഷണിക്കുകയും എന്നെ ഇത്രയും സമയം, നമുക്കറിയാം ഒരു 15-20 മിനിറ്റ് അതുകൊണ്ടാണ് പീരീഡുകൾ ക്രമീകരിക്കുന്നത്. കുട്ടികൾക്ക് മുതിർന്നവർക്ക്, കുട്ടികൾക്കാണ് കൂടുതൽ സമയം ഒരു ക്ലാസ്സിൽ സാഹൂഢം ഇരിക്കാൻ കഴിയുന്നത്. അപ്പോൾ മുതിർന്നവർക്ക് അതിൻ്റെതായ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഏറിയാൽ 30 അല്ലെങ്കിൽ 35, എനിക്ക് തോന്നുന്നത് 1 മണിക്കൂറോളം നീളുകയാണ്. അപ്പം ഇത്രയും സമയം ഈ എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക്, ഈ നാടിന്റെ നേരറിയുന്ന ഈ നാടിന്റെ ശില്പികളായിട്ടുള്ള ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫോർത്ത് എസ്റ്റേറ്റിന്റെ ഏറ്റവും പ്രചാരകരായി മാറേണ്ട എന്റെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നിങ്ങൾക്ക് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച നിങ്ങൾക്ക് പ്രത്യേകമായ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.